ഞാനിപ്പോൾ താമസിക്കുന്ന അരിമ്പൂര് പള്ളിമേടയുടെ പിന്നിലുള്ള വലിയ പാടശേഖരത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഒരു ഈവനിങ് വാക്ക് പോലെ ഞങ്ങൾ പാടത്തു കൂടെ ഓടുകയാണ്. ശാന്തമായി ഒഴുകുന്ന തോടും മനോഹരമായ പച്ച വിരിച്ച പുൽപ്പാടവും. യെസ്, come on. അതിൻ്റെ പതിയല്ലേ ഓടിക്കോ. Yes. അയ്യോ, ഭംഗിയുള്ള ഈ പാടത്തിൻ്റെ ഒരു വശത്ത് ചതുപ്പ് നിലങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് വലിയൊരു പുഴ പോലെയുള്ളൊരു തോടുണ്ട്. പുഴയാണോ എന്ന് സംശയമുണ്ട്, അത്രയും വലിയൊരു തോട് പോലെയാണ്. പ്രകൃതി അതിൻ്റെ ഏറ്റവും മനോഹരമായ പച്ചപ്പ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ കണ്ടോ, ആ പുഴയ്ക്കും പാടത്തിനും നടുവിലായിട്ടൊരു ബണ്ട് കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ മേളിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളിങ്ങനെ ഒരു വെള്ള പുല്ല് കണ്ടോ, നല്ല സൂപ്പർ കാലാണ്. പൊട്ടിച്ച് നല്ല ഭംഗിയായിട്ടാണ് സംഗതികൾ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സീനറി ടു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്. വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. And it's beautiful, very beautiful natural beauty. എക്കോ പോയിന്റ് പോലെയാണെന്നാണ് ഇവർ പറയണത്. ശരിയാണ്, അപ്പുറത്തേക്ക് ഓടിയിടുമ്പോൾ കറക്റ്റ് ആ ഭാഗത്ത് സൈഡിൽ നിന്ന് നല്ല എക്കോ വരുന്നുണ്ട്. കണ്ടോ, റിട്ടേൺ ആയിട്ട് കറക്റ്റ് ആയിട്ട് കേൾക്കാനുണ്ട്. സ്റ്റീൽ ബോഡി പ്രദർശിപ്പിക്കുന്ന രണ്ട് ഗൈസ്, പേടിക്കരുതാരും. സ്റ്റീൽ ബോഡി പ്രദർശിപ്പിക്കുന്ന ഒരാള് ഗൈസ്. ഞങ്ങളുടെ ഒരു വൺ ഡേ ഈവനിങ് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ് ഗൈസ്. ഞങ്ങൾ തിരിച്ച് വരൂ ഗൈസ്, തിരിച്ചു വരൂ ഗൈസ്. ഗേൾസ് അല്ല കേട്ടോ, സോറി, ഗൈസ് ആണ്. അവിടെ ഒരു പിറ്റ്ബുൾ എന്ന് പറഞ്ഞ ഡോഗ് അവിടെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കി എന്താണ്, ഞങ്ങളാരും സ്വിം ചെയ്തിട്ടില്ല. പലൊക്കെ വേർത്തിട്ട് ഇങ്ങനെ നനഞ്ഞു പോയി. ഇത്തിരി എന്താന്ന് അറിഞ്ഞൂടാ, ഭയങ്കര വേർപ്പാന്ന് തോന്നുന്നു. മഴ പെയ്തു തോന്നൂടെ, ഇടയിൽ മഴ പെയ്തു. ഓക്കെ ഗൈസ്, അസ്തമിക്കാൻ ചന്ദ്രനെ കാണാം ഇവിടെ ഗൈസ്. ആ കാണുന്നത് ചന്ദ്രൻ ഒരു ഡോട്ട് പോലെ. സൂര്യൻ ഓടി ഒളിച്ചു, അസ്തമയം കഴിഞ്ഞു. ബട്ട് എന്റെ ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നല്ലൊരു ഇവിടെ വലിയ ചെയറാണ്. അതിൽ ചത്തു പോട്ടതാണ്. ആക്ച്വലി ഔസ്റ്റോ ആ ചേർന്ന് ചവിട്ടി വീഴേണ്ടതായിരുന്നു. നല്ല തമാശയാണ്. ആരാണ് രക്ഷപ്പെടുത്തിയത്? ഔസ്റ്റോ ഇങ്ങോട്ട് നോക്കൂ, ആ പ്ലിങ്ങസ്യ മുഖം ഒന്ന് കാണിക്കോ? താങ്ക് യു ഗൈസ്. ഇവിടെയാണ് ചവിട്ടിയത് ഗൈസ്. പിന്നെ അവിടെ വരെ അങ്ങനെ വഴിക്ക് പോയി ഗൈസ്. വലിയൊരു ചവിട്ടലായി പോയി അത്. ഏത്? അതപ്പുറത്ത് കുഞ്ഞിതല്ലേ? അതല്ല, ഇപ്പുറത്ത് കണ്ടോ വലിയൊരു തോമാസ്ലിക്കയുടെ കാൽപാദം പോലെ വലിയൊരു ഷൂ പോലെ. ഇതാണ് ഗൈസ് ഔസ്റ്റോന്റെ ചെരുപ്പ്. മൊത്തം ന്യൂട്ടെല്ല ആയി എന്നാണ് പറയുന്നത് ഗൈസ്. ഞങ്ങൾ ചെറുതായിട്ട് പൊറിക്കാനായിട്ട് ഇങ്ങനെ കപ്പ് വറുത്തത്, പിന്നെ എന്തോ ലേസ് പോലത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊറിച്ച് ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ നിറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് ഗൈസ്. കള്ള് ഷാപ്പൊന്നും കയറിയിട്ടില്ല കേട്ടോ, സോറി. ദിസ് ഇസ് ജിയോ ബാസ്റ്റിൻ. താൻ ആരാന്ന് തനിക്കറിയില്ല, താൻ എന്നോട് ചോദിക്കും താൻ ആരാന്ന്.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് പള്ളിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു ലക്ഷ്യസ്ഥാനത്ത്. യെസ് ബൈ ബൈ.